ഇമാം അവർകൾ വീണ്ടും ഒന്നുകൂടി ഓതിക്കൊടുത്തു. വമദഹല്ലാഹു ഖൗമൻ യഗുല്ലൂന അസ്വാതഹും. ശബ്ദം പതുക്കെയാക്കി മുത്തുനബി തങ്ങളോട് സംസാരിച്ച സ്വഹാബത്തില്ലേ, അവരെ അല്ലാഹുവിന്റെ റസൂൽ പുകഴ്ത്തി, അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ പതുക്കെ സംസാരിക്കുന്നവർ ഉറക്കെ ദുആ ചെയ്യരുത്. എത്ര സങ്കടമുള്ള സംഗതിയാണെങ്കിലും ആര് കേട്ടാലും കരച്ചിൽ വരുന്ന അത്രമാത്രം വിഷമമായ വിഷയമാണെങ്കിലും ആദരവോടെ വളരെ സൂക്ഷ്മതയോടെ വിനയത്തോടെ അല്ലാഹുവിലേക്ക് കൈയുയർത്തി ചോദിക്കണം. ഉമ്മമാരോട് പറയട്ടെ, ഏതെങ്കിലും പെൺ സഹോദരിമാരവിടെ വന്നിട്ട് ഒച്ച വെച്ച് കരയുന്നത് കേൾക്കുമ്പോ ഇങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പോകരുത്. അതിന്റെ പുറമെ പറയട്ടെ, ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഹുജറത്തു ഷരീഫയുടെ മുന്നിലേക്ക് എങ്ങനെ പോകാനാ? സ്വന്തം ബാപ്പ ഒരു സ്ഥലത്തിരിക്കുമ്പോ ഇടത്തെ കയ്യിൽ ചെരുപ്പും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വാപ്പാനോട് സംസാരിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? അത് ബഹുമാനത്തിന് കുറവല്ലേ? സ്വന്തം ഉസ്താദിനോട് ഇടത്തെ കയ്യിൽ ചെരുപ്പും പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമോ? സുബ്ഹാനല്ലാഹ്, ചെരുപ്പും പിടിച്ചാണോ ഹുജറത്തു ഷരീഫയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്? ആ ചെരുപ്പ് വെക്കാൻ അപ്പുറത്ത് സ്ഥലമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വാഹനത്തിലോ നിങ്ങളെ വീട്ടിലോ എവിടെയോ ചെരുപ്പ് വെച്ച് പകരം ഒരു ഹുഫ് വാങ്ങി അങ്ങ് ധരിക്കുക, ഷോക്സ് വാങ്ങി അങ്ങ് ധരിക്കുക. ചില ബഹുമാനം തീരെ ഇല്ലാത്ത വിഭാഗം ചെരുപ്പ് പുറത്തു കൊണ്ട് വന്ന് ഇടുന്ന ശബ്ദം കേൾക്കുമ്പോ നെഞ്ചു പൊട്ടിപ്പോകുന്നു. തീരെ ബഹുമാനത്തിന്റെ ഒരു തരി പോലും അവരെ കൽബിൽ ഇല്ലേ ഇല്ല. എങ്ങനെ തിരിഞ്ഞു ദ്വാർക്കണം എന്നാണ് ആ ഭരണാധികാരിയോട് ഇമാമ് പഠിപ്പിക്കുന്നത്. ഓ ഭരണാധികാരിയായ രാജാവേ, എന്തിന് നിങ്ങളെ മുഖം മാറ്റിക്കളയണം? വലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദമ യൗമൽ ഖിയാമ. മുത്തുനബി തങ്ങളിൽ നിന്ന് എന്തിന് മുഖം മാറ്റി തിരിഞ്ഞ് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ദ്വാർക്കണം? നബിതങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. നബിതങ്ങൾ